ഇംപ്ലാന്റ് സർജറിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ഒരു പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്? ഒന്ന്, ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് സർജറിയിലേക്ക് നീങ്ങുക. അപ്പോൾ സർജറിക്ക് വേണ്ട എസെപ്റ്റിക് പ്രിക്കോഷൻസ്, ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻ ഭാഗ്യം കൊണ്ട് ഇന്ന് വരെ 2006 മുതൽ ഇങ്ങോട്ട് ഇത്രയും ഇംപ്ലാന്റ് ഓപ്പറേഷനുകളും മറ്റനവധി ഓപ്പറേഷനുകളും യൂറോളജി ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. ശരി. അത് വലിയൊരു കാര്യമാണ്. കാരണം അത്രയും കൂടുതൽ പ്രിക്കോഷൻസ് ആ കാര്യത്തിൽ എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, ചോയ്സ് ഓഫ് ഇംപ്ലാന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതരം ഇംപ്ലാന്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു കമ്പനിയുടെ തന്നെ ഇംപ്ലാന്റ് പല സൈസിൽ, പല വലുപ്പത്തിൽ, പല വണ്ണത്തിൽ, പല നീളത്തിലുള്ളതുണ്ട്. ഏതാണ് ഈ കിടക്കുന്ന പേഷ്യന്റിന് വേണ്ടതെന്നുള്ളത് ആ തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇംപ്ലാന്റ് ലക്ഷങ്ങൾ വില വരിക്കുന്ന ഒരു സാധനമാണ്. ഇതൊരെണ്ണം പൊട്ടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളില്ല എടുത്ത് കളഞ്ഞിട്ട് അടുത്തത് മാറ്റിയിടാൻ പറ്റിയതല്ല. അപ്പൊ ആ സർജന്റെ എക്സ്പെർട്ടൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്തുള്ള പരിശീലനം, കറക്റ്റ് സൈസ് ഇംപ്ലാന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. കറക്റ്റ് സൈസ്. പിന്നെ അത് പ്ലേസ് ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട്, അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം. എങ്കിലേ അത് ശരിയാവും. ആ തരത്തിൽ അത് പ്ലേസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇത് സർജറി പൂർത്തീകരിക്കുക. അതിന് ശേഷമുള്ള കെയർ, പോസ്റ്റ് സർജിക്കൽ കെയർ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ പല രാജ്യങ്ങളിലും ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം പേഷ്യൻസിനെ ഇറക്കി വിടും. പോകണമെന്ന് ചോദിച്ചാൽ പോകാം, പേഷ്യൻറ്റിന് പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്തരം കേസുകളിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പല ഇൻഫെക്ഷനും വന്ന് ഇംപ്ലാന്റ് പുറത്തേക്ക് പോകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു സേഫ്റ്റി, ഒരു രോഗി ഇത്രയും പൈസ മുടക്കി ഒരു ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ, ഇത്രയും വലിയൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ഗുണം 100% ഉണ്ടാവണം. മറ്റ് ദോഷങ്ങൾ ഉണ്ടാവരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടത്തുന്നത്. അതിനുശേഷവും അവർ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 മാസം 1.5 മാസം കഴിഞ്ഞിട്ട് ഈ ഇംപ്ലാന്റ് വെച്ചിട്ട് സെക്സിൽ ഇടപെടുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു 3 മന്ത്സിന് ശേഷമാണ്. കാരണം ആ ഇംപ്ലാന്റ് നമ്മുടെ ശരീരത്തിനുള്ള ഒരു ഓപ്പറേഷൻ ചെയ്ത് ഫിക്സ് ചെയ്ത സാധനമാണ്. അത് പ്രോപ്പറായിട്ട് ഫിക്സ് ആയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതാണ് സേഫ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റീൽ റോഡൊക്കെ ഇട്ടിട്ട് അതെല്ലാം സ്റ്റിച്ച് ചെയ്തു, ഊണ്ട് ഹീലായി. ഊണ്ട് ചിലപ്പം 2 ആഴ്ച കൊണ്ട് ഹീലാവും, പുറമേ കാണും. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് വലിയ ഭാരം പൊക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പോവില്ല. കാരണം ഉള്ളിലും കൂടെ ഹീലാവണം, പ്രോപ്പർ ആവണം. അതിനുള്ളൊരു സമയം കൊടുക്കണം. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇംപ്ലാന്റ് ഓപ്പറേഷൻ കഴിയുമ്പോൾ ഒരു സ്റ്റീൽ റോഡ് നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ലെവലിലുള്ള ഒരു കെയറും ശ്രദ്ധയും ഉണ്ടാവണം. അപ്പോൾ സർജറിയുടെ കാര്യത്തിൽ ഒന്ന്, ഡോക്ടറുടെ എക്സ്പെർട്ടൈസ്, പേഷ്യൻ്റെ സഹകരണം, കറക്റ്റ് സെലക്ഷൻ ഓഫ് കറക്റ്റ് ഇംപ്ലാന്റ്, പ്രോപ്പർ സർജറി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്രോപ്രിയേറ്റ് മെഡിക്കേഷൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ 100% സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്യാവുന്നുള്ളതാണ്. അനവധി കേസുകൾ ഈ പറഞ്ഞ 2006 മുതൽ ഇങ്ങോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എക്സ്പീരിയൻസ്.